സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹൂദന്മാരെഴുതിയ വചനം. ഇസ്രായേലിൽ യഹൂദന്മാരെ നടത്തിയ വചനം. അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് ഇസ്ഹാക്കിനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചുണ്ടായതാണ് ഇസ്ഹാക്ക്. അതിൽ നിന്നും യാക്കോബ് ഉണ്ടായി. അതിൽ നിന്നുമാണ് 12 ഗോത്രങ്ങളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവരെല്ലാം യഹൂദന്മാരാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളൊക്കെ ഈ യഹൂദന്മാരുടെ വചനങ്ങൾ എടുത്ത് പഴയ നിയമവും പുതിയ നിയമവുമായി ഭയങ്കരമായി പ്രസംഗിക്കുന്നു. യഹൂദന്മാരെ കാണല് ഇസ്രായേലിനെ വെറുപ്പാണ്. ഇപ്പോഴുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ വൈരാഗ്യമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തെ ആണ് വിളിക്കുന്നതെന്ന് പറയുകയും പ്രവൃത്തി വേറൊന്നും ആണ്. ഒരടിസ്ഥാനമില്ലാതെ ക്രിസ്ത്യാനികളൊക്കെ ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും പറഞ്ഞ് വിളിക്കുന്നു. ഇപ്പോൾ പല അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പലരും ഇറങ്ങി ഘോരം പ്രസംഗിക്കുകയാണ്. ദൈവപുത്രൻ വന്നത് യഹൂദന്മാരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ പുതിയൊരു നിയമം അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. കനാൻ സ്ത്രീ ദൈവപുത്രനോട് ചെന്ന് ചോദിച്ചു, എൻ്റെ മകളെ ഭൂതം ബാധിച്ചിരിക്കുന്നു, അതിന് സൗഖ്യം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ദൈവപുത്രൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന്. അപ്പം യഹൂദന്മാരല്ലാത്ത പുറം ജാതിക്കാരാരായാലും അവരെ നായ്ക്കുട്ടികളായിട്ടാണ് കാണുന്നത്. കാര്യം ദൈവത്തിൻ്റെ മക്കൾ യഹൂദന്മാരാണ്. അപ്പോൾ ആ കനാൻ സ്ത്രീ പറഞ്ഞത് എന്താണ്? അവരുടെ വിശ്വാസം വലുതായിരുന്നു. കർത്താവേ, മക്കളുടെ അപ്പം വേണ്ട, മേശമേന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കുട്ടികളും ഭക്ഷിക്കുന്നുണ്ടല്ലോ, ആ അപ്പക്കഷ്ണങ്ങളെങ്കിലും തന്ന് എന്നെ വിടുവിച്ചാൽ മതി എന്നാണ് അവരുടെ വിശ്വാസം. ആ ഒരു വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് ആ കനാൻ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുത്തത്. അപ്പോൾ ഈ യഹൂദന്മാരല്ലാത്തവരെല്ലാം ജാതികൾ തന്നെയാണ്. ക്രിസ്ത്യാനികളായാലും ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് തന്നെ ഈ മലയാളത്തിൽ ബൈബിള് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ വചനങ്ങൾക്ക് മാത്രം മാറ്റം വന്നിട്ടില്ല. ബാക്കി ദൈവപുത്രൻ്റെ പേരും ആ നാമങ്ങളും ഒക്കെ മാറ്റങ്ങൾ വരുത്തി പിശാച് തന്ത്രപൂർവം അതിൽ കൈകടത്തിയിരിക്കുന്നു. യഹൂദന്മാരെഴുതിയിരിക്കുന്നത് ദൈവപുത്രനെ യേശുവ എന്നാണ് പേര് എഴുതിയിരിക്കുന്നത് അവിടെ. അതുപോലെ തന്നെ മശിഹ എന്നാണ് അവരുടെ വചനങ്ങൾ എഴുതിയിരിക്കുന്നത്. അതിവിടെ മലയാളത്തിൽ വന്നപ്പോൾ ക്രിസ്തുവായി. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ യഹോവ എന്നെഴുതിയിരിക്കുന്നത് അവരത് അദോനായി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ആ നാമത്തെ മാറ്റിയിരിക്കുന്നതിനാൽ എൻ്റെ നാമം എടുത്ത് വൃഥാ ഉപയോഗിക്കില്ലെന്ന് വചനങ്ങൾ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ. അപ്പോഴിപ്പോൾ പലരും
യേശു എന്നും ക്രിസ്തു എന്നും അവനെന്നും ഇവനെന്നുമൊക്കെ പറഞ്ഞ് അവൻ ഇപ്പോൾ ഇറങ്ങി വരും, ഇപ്പോൾ സൗഖ്യം തരും, ഇപ്പോൾ അനുഗ്രഹിക്കും, ഇപ്പോൾ നിങ്ങളെ പണക്കാരനാക്കും, നിങ്ങൾക്കത് കിട്ടും, ഇത് കിട്ടും, രോഗസൗഖ്യം കിട്ടും എന്നെല്ലാം പറഞ്ഞ് മനുഷ്യനെ പലരെയും തെറ്റിക്കുന്നു. അപ്പം ദൈവം തന്നെ മനഃപൂർവ്വം ആ ഒറിജിനൽ പേര്, ആ ദൈവപുത്രൻ്റെ പേരുകൾ മാറ്റി എഴുതുവാൻ ദൈവം തന്നെയാണത് തീരുമാനിച്ച്. ഈ ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ കിടന്ന് എൻ്റെ വചനമെടുത്ത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് പൗലോസപ്പോസ്തലൻ എഴുതിയ വചനങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണം. അതുകാരണം പലരെയും തെറ്റിച്ച് കളയുന്നു. നിത്യജീവൻ ഒരുക്കിയിരിക്കുന്ന ഈ നിത്യജീവൻ, ഈ ആത്മാവ് നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതിയെ മാറ്റി ഇവിടെ നിങ്ങളെ വാലല്ല തലയാക്കും, നിങ്ങളെ അനുഗ്രഹിക്കും, ഇപ്പം സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞ് മനുഷ്യനെയെല്ലാം പല രീതിയിൽ തെറ്റിച്ച് കളയുന്നു. പല സഭകളുണ്ടാക്കി പല രീതിയിലാണ് ആരാധനകൾ പോകുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏത് ദൈവത്തെയാണ് വിളിക്കുന്നത് പോലും ഒരു വെളിവോ വെള്ളിയാഴ്ചയോ ഇല്ല. കാര്യം ഇസ്രായേലിൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും ഒന്നും തന്നെ പാലിക്കുന്നില്ല. ബൈബിൾ വായിക്കുമ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കല്ലെന്ന് പറഞ്ഞെടുത്ത് എപ്പോഴും എടുത്തിട്ട് അവൻ ഇറങ്ങി വരും, അവൻ വരും, അവൻ വിടുവിക്കും, അവനെന്നും ഇവനെന്നുമൊക്കെ തന്നെ വിളിച്ച് മനുഷ്യനെ പലരെയും വഴിതെറ്റിച്ച് കളയുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് തന്നെ അവനെന്നും ഇവനെന്നുമാണ് എഴുതിയിരിക്കുന്നത്. പിതാവിനെയും പുത്രനെയും സാത്താനെയും ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കണമെന്നോ അല്ലെ ഇത് തിരുത്തണമെന്നോ ഒന്നും യാതൊരു വിവരവുമില്ല. ഈ നിത്യതയുണ്ടെന്നും ഈ ആത്മാവിനെ നിത്യതയിൽ കൊണ്ടുപോകണമെന്നും ഈ ആത്മാവിന് വേണ്ടത് നൽകണമെന്നോ യാതൊരു ചിന്തയുമില്ല. പിശാച് തന്ത്രപൂർവ്വം മനുഷ്യനെ കുടുക്കി അവൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു പലരെയും. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബൈബിൾ ശരിക്ക് വായിച്ച് നോക്കണം. യഹൂദന്മാർ ദൈവപുത്രൻ വന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത് ഒന്നാക്കി കാട്ടിലുവായ ജാതികളായ ആൾക്കാരെ എടുത്ത് നാട്ടിൽ ഒട്ടിച്ചു. ഇനിയും രണ്ടല്ല, ഒരേ ആത്മാവിലാണ് ആ ഭവനം പണിതിരിക്കുന്നത്. അപ്പോൾ യഹൂദന്മാരെ വിട്ട് അവരോട് ശത്രുത്വം കാണിച്ച് ഇസ്രായേലിനെ വെറുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞ് പലരെയും തെറ്റിച്ച് കളയുകയാണ്. പൗലോസപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഈ വചനത്തെ കൂട്ടിക്കളയും, അതിനുള്ള ആൾക്കാർ ഈ സഭകളിൽ നുഴഞ്ഞു കയറും. അന്നു മുതലേ ഇത് തെറ്റിച്ച് കളഞ്ഞിരിക്കുകയാണ്. രണ്ട് ദൈവമായിട്ടാണ് ഇപ്പം. ക്രിസ്ത്യാനികൾക്കൊരു ദൈവം, യഹൂദന്മാർക്കൊരു ദൈവം. പുത്രൻ വന്നതിനോടുകൂടി ദൈവപുത്രൻ വന്ന് സകലത് ഒന്നാക്കി നടിച്ചുവരെ ഇടിച്ചു കളഞ്ഞ്. യഹൂദന്മാരോ യവനനെന്നോ ഒന്നും വ്യത്യാസമില്ല. ഏകസത്യ ദൈവത്തെയാണ് വിളിക്കേണ്ടത്. ബൈബിളിലില്ലാത്ത ത്രിയേക സത്യം, ത്രിയേക ദൈവം ഉണ്ടാക്കി വെച്ച് പേരുകളും മാറ്റി ഏകസത്യ ദൈവത്തെ ത്രിയേകമാക്കി
പല രീതിയിലും പല തെറ്റുകളുമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് ആർക്കും യാതൊരു വിചാരവുമില്ല. കാലം അന്ത്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിശാച് പലരുടെയും ആത്മാക്കളെ നഷ്ടപ്പെടുത്തുന്നു. സത്യമറിയണമെന്നുണ്ടെങ്കിൽ ബൈബിൾ വായിച്ച് മനസ്സിലാക്കണം. കാര്യം കാട്ടൊലിവായ ജാതികളായ ആൾക്കാരെ എടുത്ത് നാട്ടൊലിയിൽ ഒട്ടിച്ചു. യഹൂദന്മാരുടെ കണ്ണും ഹൃദയവും കുരുടാക്കി ജാതികൾക്കും ഈ രക്ഷ നൽകി. ദൈവപുത്രൻ വന്നതിനോടുകൂടി, ആ ക്രൂശീകരണം കഴിഞ്ഞതിനോടുകൂടി ജാതികൾക്കും രക്ഷയായി. അപ്പോൾ ആ കാട്ടിലുവായ ജാതികളായ ആൾക്കാർ യഹൂദന്മാരായ ആ യേശുവായോട് ഒട്ടണം. യേശുവായിൽ കൂടെ അല്ലാതെ, ആ ദൈവപുത്രനോടല്ലാതെ ആർക്കും ഒരു രക്ഷയുണ്ടാകത്തില്ല. വിശ്വസിക്കുകയാണ് പ്രധാനം. അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നത്. ആ ഒരു ബോധത്തിൽ, ആ കനാൻ സ്ത്രീയുടെ വിശ്വാസത്താൽ മുന്നോട്ട് പോവുക തന്നെ വേണം. ക്രിസ്ത്യാനികളായാലും ആരായാലും പുറം ജാതിക്കാരെല്ലാം നായ്ക്കുട്ടികളാണ്. അപ്പോൾ ഈ രക്ഷ നൽകിയിരിക്കുന്നത്, കൃപയുടെ ഈ സുവിശേഷം നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇതിനെ വിറ്റ് പലരും പല രീതിയിലും കാശുണ്ടാക്കുന്നു. ദ്രവ്യാഗ്രഹ മോഹങ്ങളാൽ വചനങ്ങൾ പറഞ്ഞ് കോടികളുണ്ടാക്കുന്നു. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അവനവൻ അത് മനസ്സിലാക്കണം, അവനവൻ ചിന്തിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അവരവരുടെ ശരീരങ്ങൾ അവരവർ മാനസാന്തരപ്പെട്ട് ഈ ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുവാണെങ്കിൽ ദൈവം തന്നെ വെളിപ്പെട്ടു തരും. ദൈവം വെളിപ്പെടുത്തി തരും. വചനങ്ങൾ വായിച്ചാൽ മനസ്സിലാകണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തി തരണം. ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. അപ്പോൾ നിങ്ങൾ ആ ദൈവത്തെ വിളിക്കണമെന്നുണ്ടെങ്കിൽ, ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തോട് ഒട്ടിച്ചേരണം. ഇസ്രായേലിനെ വെറുത്തുകൊണ്ട്, യഹൂദന്മാരെ വെറുത്തുകൊണ്ട് ഈ ദൈവത്തെ വിളിച്ചാൽ ഒന്നും തന്നെ ലഭിക്കുവാൻ പോകുന്നില്ല. ഈ ലോകത്തൊരു പ്രഭുവുണ്ട്, അവനാണ് സകലതും ചെയ്യുന്നത്. ദൈവപുത്രനെ പരീക്ഷിച്ച ആ സാത്താൻ ഇതെല്ലാം തരാം, മലമുകളിൽ കൊണ്ടുപോയി പരീക്ഷിച്ചപ്പോൾ ഇതെല്ലാം തരാം, എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ പിശാചിനെ പിന്തുടരാതെ, ദ്രവ്യാഗ്രഹ മോഹമില്ലാതെ വചനം അറിയിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവരും ശ്രമിക്കുക. അവരവരുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കാതെ വിശ്വാസത്താൽ മുന്നോട്ട് പോവുക. വിശ്വസിക്കണം, നിത്യതയുണ്ടെന്നും ആത്മാവ് ഉണ്ടെന്നും ആത്മാവിന് നിത്യജീവനുണ്ടെന്നും വിശ്വസിക്കണം. ഈ വിശ്വാസമില്ലെങ്കിൽ ഈ ദൈവത്തെ അറിയുവാൻ ആർക്കും തന്നെ പറ്റത്തില്ല. അതുകൊണ്ട് വചനം വിശ്വസിച്ച്, വചനം വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ എല്ലാവരും ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്.